10 മിനിറ്റ് കൊണ്ടോ 10 ദിവസം കൊണ്ടോ പരിഹരിക്കാൻ കഴിയുന്നതല്ല മുനമ്പത്തെ ഭൂമി പ്രശ്നം. ഈ പച്ച പരമാർത്ഥം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും താമസിക്കുന്നവരും അംഗീകരിച്ചാൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വതമായി ഒരു പരിഹാരമുണ്ടാവുകയുള്ളൂ. ആത്യന്തികമായി മുനമ്പത്തെ ഭൂമി വഖഫ് ആണോ അല്ലയോ എന്ന ചോദ്യത്തിനാണ് ഉത്തരം ലഭിക്കേണ്ടത്. വഖഫ് ആണ് എന്നാണ് ഉത്തരമെങ്കിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജ് ഇതുവരെ നടത്തിയ കൈമാറ്റങ്ങളെല്ലാം അസാധുവാകും. നിലവിലുള്ളത് മുൻ ജില്ലാ ജഡ്ജ് MA നിസാർ അന്വേഷിച്ചു നൽകിയ വഖഫ് ആണ് എന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ്. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് പറയുന്നത് വഖഫ് അല്ല എന്നുമാണ്. എന്നാൽ വഖഫ് ബോർഡ് ഈ ഭൂമി വഖഫ് ആണെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ഉത്തരവിടുകയും ചെയ്തതാണ്. ഈ ഉത്തരവിനെ മറികടക്കാൻ പുതിയ നിയമത്തിലും വകുപ്പുകളില്ല. ബില്ല് നിലവിൽ വരുന്നതിന് മുൻപുള്ള തൽസ്ഥിതി തുടരുമെന്നാണ് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. ആ സ്ഥിതി ഭൂമി വഖഫ് ആണ് എന്നാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. 10 മിനിറ്റിൽ ആരു തീർക്കും മുനമ്പത്തെ ഭൂമി പ്രശ്നം? 10 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നതേയുള്ളൂ മുനമ്പത്തെ ഭൂമി പ്രശ്നം എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ബില്ല് നിയമമാകുന്ന നിമിഷം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞത് സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും BJP നേതാക്കളും. ഇത് രണ്ടും സാധ്യമല്ലാത്തതിനുള്ള പ്രധാന കാരണം മുൻ ആധാരങ്ങളുടെ അവ്യക്തതയാണ്. ആ അവ്യക്തത ആരംഭിക്കുന്നത് സേഠുവിന്റെ കുടുംബം ഫാറൂഖ് കോളേജിന് ഭൂമി വിട്ടു നൽകിയപ്പോഴല്ല. അതിനും മുമ്പ് തിരുവിതാംകൂർ രാജാവ് 404 ഏക്കർ സ്ഥലം അബ്ദുൽ സത്താർ മൂസ സേഠിന് നൽകിയപ്പോൾ തന്നെ ആ ഒരു പ്രശ്നമുണ്ട്. മത്സ്യകൃഷിക്കായി കായലും അനുബന്ധ ഭൂമിയും നൽകുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കാൻ പാടില്ല എന്ന്. അന്നു തന്നെ ഈ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾക്ക് അവകാശം നൽകിയാണ് ഭൂമി കൈമാറിയത് എന്നാണ് അർത്ഥം. ഇപ്പോ ഈ പ്രദേശത്തുള്ളത് 604 കുടുംബങ്ങളാണ്. അതിൽ 400 ലത്തീൻ കത്തോലിക്കക്കാരും 200ഓളം പിന്നാക്ക ഹിന്ദു കുടുംബങ്ങളുമാണ്. മഹാഭൂരിപക്ഷവും ജീവിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തവരും. മുനമ്പത്തെ ഭൂമി 1948 സ്വന്തം പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയായിരുന്നു സേഠിന്റെ മകൻ മുഹമ്മദ് സിദ്ദിഖ് സേഠ്. ഇത്രയും കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്ന് 1902 കരാറിൽ തന്നെ പറയുമ്പോൾ അതെങ്ങനെ സാധിക്കും എന്ന ചോദ്യം ഉയരും. എന്നാൽ 1950 നവംബർ 1 ഭൂമി രജിസ്റ്റർ ചെയ്ത് ഫറൂഖ് കോളേജിന് കൈമാറിയത് വഖഫ് ഡീഡായിട്ടാണ്. കാലങ്ങളായി അവിടെ താമസിച്ചിരുന്നവർക്ക് കൈവശാവകാശ രേഖ കിട്ടുകയോ ഭൂനികുതി അടയ്ക്കാൻ സാധിക്കുകയോ ചെയ്തിരുന്നില്ല. കോടതിയിൽ ഈ കേസ് നടക്കുമ്പോൾ തന്നെ പുറത്ത് ധാരണയിലെത്തി. ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് കൈവശക്കാർക്ക് തീരാധാരം നൽകി. അങ്ങനെ ഭൂമി ലഭിച്ചവർ കരമടച്ച് അനുഭവിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് വഖഫ് വസ്തുവാണെന്ന തർക്കം വീണ്ടും ഉയരുന്നത്. അന്ന് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്താണ് മുൻ ജില്ലാ ജഡ്ജായ MA നിസാറിനെ സർക്കാർ അന്വേഷണ കമ്മീഷനായി നിയമിക്കുന്നത്. ഈ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഭൂമി വഖഫ് ആണ് എന്നായിരുന്നു. കോളേജ് മാനേജ്മെന്റ് ഭൂമി തീരാധാരം ചെയ്ത് ബോർഡിനെ അറിയിക്കാതെ നിയമവിരുദ്ധമായാണെന്നും കമ്മീഷൻ റിപ്പോർട്ട് നൽകി. ഭൂമി വഖഫ് ബോർഡ് അധീനതയിലേക്ക് മാറ്റണമെന്നുമായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ. പറവൂർ കോടതിയിൽ ഈ കേസ് നടക്കുന്ന കാലത്ത് ഭൂമി വഖഫ് ആണെന്ന നിലപാടിലായിരുന്നു ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ്. ശരിക്കും വിചാരണ കോടതിയിലെടുത്ത ഈ നിലപാടാണ് ആ വിധിയെ തന്നെ സ്വാധീനിച്ചത്. വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യാത്ത ഭൂമി എങ്ങനെ വഖഫ് ആകും എന്ന ചോദ്യം ഇതോടെ ആദ്യം ഉയർന്നു. വഖഫായ ഭൂമി എങ്ങനെ വിറ്റു എന്നത് രണ്ടാമത്തെ ചോദ്യവും. അതോടെയാണ് ഈ കോളേജ് വഖഫ് അല്ല എന്ന് പറയുന്നത്. വഖഫ് അല്ല എങ്കിൽ എങ്ങനെ ഭൂമി കൈവശം വന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. കൈവശക്കാർക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞു തന്നെ തിരുവിതാംകൂർ രാജകുടുംബം നൽകിയ പാട്ടക്കരാർ ഉയർന്നു വരും. ആ അവകാശം നൽകേണ്ടതുള്ളപ്പോൾ എങ്ങനെ മുഹമ്മദ് സേഠ് സ്വന്തം പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നതും പരിശോധിക്കേണ്ടി വരും. മുന്നാധാരത്തിൽ ആ അവകാശം പറയുമ്പോൾ തന്നെ എങ്ങനെ ഫാറൂഖ് കോളേജിന് കൈമാറി എന്നും വ്യക്തമാക്കേണ്ടി വരും. ഫലത്തിൽ 1902 മുതലുള്ള ആധാരങ്ങളുടെ തീർപ്പിന് വിധേയമാണ് മുനമ്പം ഭൂമി പ്രശ്നം. അത് പുതിയ നിയമം വന്നാലും പരിഹരിക്കാൻ കഴിയില്ല എന്ന സത്യമാണ് കേന്ദ്രമന്ത്രിക്ക് കൊച്ചിയിൽ വന്നപ്പോൾ പറയേണ്ടി വന്നത്. മുനമ്പത്ത് മാത്രമല്ല, ഇടുക്കിയിലും വയനാട്ടിലും കണ്ണൂരും കോഴിക്കോട്ടും ഒക്കെയുള്ള കുടിയേറ്റ മേഖലയിൽ ഈ ഒരു പ്രശ്നം മറ്റൊരു രൂപത്തിലുണ്ട്. പട്ടയമില്ലാതെ പതിറ്റാണ്ടുകളായി താമസിക്കുന്നവരുടെ വിഷയമാണത്. മുനമ്പത്തും അതുതന്നെയാണ് സംഭവിച്ചത്. മുനമ്പം കുടിയേറ്റ മേഖലയേക്കാൾ സങ്കീർണമാകുന്നത് 1902 മുൻപ് തന്നെ അവിടെ താമസക്കാർ ഉണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അതിന് രേഖയുമുണ്ട്.
1.5 മുതൽ 2 നൂറ്റാണ്ട് മുൻപ് വരെ മുനമ്പത്തെ തർക്കഭൂമിയിൽ താമസക്കാരുണ്ട്. അവരുടെ പിന്മുറക്കാർക്ക് ഭൂമി ലഭിക്കണം എന്ന് പറയുന്നതാണ് മാനുഷിക നിലപാട്. പക്ഷേ അങ്ങനെ ഒറ്റത്തീർപ്പിൽ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ തർക്കവുമായി വന്നവർ പറയുന്നതാണ് ശരി എന്ന കോടതി വിധികളാണ് നിലവിലുള്ളത്. ഇതനുസരിച്ചാണ് ഭൂനികുതി പിരിക്കുന്നത് കോടതി തടഞ്ഞതും. കോടതിക്ക് ബോധ്യം വരുന്ന രീതിയിൽ പറഞ്ഞു സ്ഥാപിച്ചാലല്ലാതെ മുനമ്പം വിഷയം പരിഹരിക്കപ്പെടില്ല. 10 മിനിറ്റ് കൊണ്ടും ഒറ്റ നിയമം കൊണ്ടും പരിഹരിക്കാമെന്ന് പറയുന്നവർക്ക് 604 കുടുംബങ്ങളിലെ വോട്ട് മാത്രമാണ് ലക്ഷ്യം. ആ 604 കുടുംബങ്ങൾ വഴി അവരുടെ സമുദായങ്ങളെ തന്നെ കയ്യിലെടുക്കാം എന്നതാണ് ആഗ്രഹം. മുനമ്പത്തെ വിഷയം കോടതിക്ക് പുറത്ത് നടത്തുന്ന ഒരു നീക്കം കൊണ്ടും പരിഹരിക്കാനാവില്ല. കോടതികളിൽ പരിഹരിച്ചാൽ മാത്രമേ ശാശ്വതമായ ഗുണം ലഭിക്കുകയുമുള്ളൂ. ഇതിനിടയിൽ രാഷ്ട്രീയമായി കൊള്ളാൻ വരുന്നവരെ ചിലപ്പോൾ തള്ളേണ്ടി വരുമെന്നാണ് മുനമ്പം വിഷയം ഓർമ്മിപ്പിക്കുന്നത്. സ്പോട്ട്ലൈറ്റിനെ നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.